ഫുൾ കഥയിൽ ഫോക്കസ്ഡ് ആണ്. ഓ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഡെഫിനറ്റ്ലി മമ്മൂക്ക ആൻഡ് സെലിബ്രിറ്റി. അതാണ് എനിക്ക് ഇതില് അടിവര, അതാണ് ദിസ് ഇസ് മമ്മൂക്ക ആൻഡ് സെലിബ്രിറ്റി. എല്ലാ മമ്മൂക്ക ഫാൻസിന് ഹങ്കർ മാറ്റി കൊടുക്കുന്ന സിനിമയാണ്. ഓ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ഡെഫിനറ്റ്ലി ആ മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. നായകനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്നതാണ്. വളരെ ചെറുപ്പം മുതൽ സിനിമയിൽ വന്ന് കമ്മട്ടിപ്പാടം പല ചിത്രത്തിലും അദ്ദേഹത്തിന് പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കഥ, പക്വതയാർന്ന പോലീസ് സുന്ദരൻ അല്ല. അത് ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല, മമ്മൂക്ക ഇദ്ദേഹത്തെ ഈ കഥാപാത്രം കാസ്റ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. കാരണം മലയാളത്തിൽ ഇഷ്ടം പോലെ പോലീസ് ഓഫീസർമാരെ കണ്ടിട്ടുണ്ട് വ്യത്യസ്ത തലത്തിൽ. പിന്നെ ജിബിൻ എന്ന് പറഞ്ഞ പുതിയൊരു, അദ്ദേഹം ഒരുപാട് ചിത്രത്തിലാണ് വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൂടുതൽ കഥാപാത്രങ്ങൾ നമ്മ ഈ എന്താ പറയണ്ടത്, അടൂർ ഗോപാലകൃഷ്ണന്റെ പടവും കാണുന്നില്ലേ, അതേപോലെ കുറച്ച് കഥാപാത്രങ്ങളല്ലെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പെർഫോമൻസ്. മമ്മൂക്ക വ്യത്യസ്തമായിട്ട്, മമ്മൂക്ക ഇത് കഴിഞ്ഞ പ്രസ് മീറ്റിംഗ് പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തെ നമുക്ക് വിട്ടുപോകാൻ പറ്റൂല. ഇത് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാം. കാരണം നമുക്ക് ഒരുപാട് പല ഭാഷകളും സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ചലനം, അദ്ദേഹത്തിന്റെ ശൈലി, അഭിനയം, പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. ഇതിന് നല്ലൊരു ത്രില്ലിങ്. നമുക്ക് വില്ലനാരാണെന്ന് അറിയാം, പക്ഷെ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളതിലാണ് എന്റെ മിടുക്ക് കാണിച്ചത്. സാധാരണ പടത്തിൽ നമ്മൾ വില്ലൻ ആരാണെന്നാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വില്ലൻ നമുക്ക് പ്രഷറ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ അവസാനിപ്പിച്ചു, അതാണ് നന്നായത്. ഇതൊരു സെക്കൻഡ് പാർട്ടിനോട്ടുള്ള ഇതിലാണെന്ന് തോന്നുന്നത്. അത്രം വരെ കൊണ്ടൊന്ന് നിർത്തിയേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഇത്തരം കൊള്ളാം. നായക ചേട്ടൻ വേറെ ലെവലാക്കി കളഞ്ഞു. പൊളി എന്ന് പറഞ്ഞ പൊളി ലെവല്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. രണ്ടാമത് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാമത് കണ്ടാലും അടിപൊളി തന്നെ, അപ്പുറം തന്നെയാണ്. നമ്മ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്റെ സെക്കൻഡ് പാർട്ട് വരും അന്നത്തെ പിടിക്കുള്ളൂ എന്നാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ തന്നെ പുളി വേറെ ലെവലാക്കി കളഞ്ഞു. വിനായകൻ ചേട്ടൻ വേറെ തെറിത്തെറി അഭിനയം എന്ന് പറയില്ലേ, നമ്മ കണ്ടേക്കണ വിനായകൻ ചേട്ടനല്ല, അഭിനയം അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചത്. ഒന്നും പറയാനില്ല.